കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനത്തെ ഞെട്ടിച്ച കുറേയധികം സംഭവ വികാസങ്ങളുണ്ടായിരുന്നു. അതായത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് താമരശ്ശേരിയിലെ മുഹമ്മദ് ഷഹബാസിൻ്റെ കൊലപാതകം. ഈ കൊലപാതകത്തിൽ കൂടുതൽ ആളിൽ നിന്ന് ഇന്ന് മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. പോലീസ് കൂടുതൽ ഡിജിറ്റൽ തെളിവുകളും ശേഖരിച്ചിട്ടുണ്ട്. ഇതോടെ ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്തവർക്കൊപ്പം സമൂഹ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും ഗൂഢാലോചനയിൽ പങ്കാളിയ വിദ്യാർത്ഥികളും മുതിർന്നവരും കുടുങ്ങും. അതേസമയം പ്രതികൾ പരീക്ഷ എഴുതുന്ന വെള്ളിമാട് കുന്നിലെ ഒബ്സർവേഷൻ ഹോമിന് മുന്നിൽ ഇന്നും പ്രതിഷേധത്തിന് സാധ്യതയുണ്ട്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ദിസ്ന സുരേഷ് ചേരുന്നുണ്ട്. ദിസ്ന, ഈയൊരു താമരശ്ശേരി കൊലപാതകം, ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ, കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യുന്നു, കൂടുതൽ വിവരങ്ങൾ പോലീസ് ഇന്ന് ശേഖരിക്കും എന്നാണ് അറിയുന്നത്. നമ്മൾ സമൂഹ മാധ്യമങ്ങളടക്കം കണ്ടിരുന്നു കൂടുതൽ കുട്ടികൾ ഈ ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പുകളിലൊക്കെ ആ വെല്ലുവിളികളുമായി വരുന്നു. കൊലപാതകം ആസൂത്രണം ചെയ്യാൻ ഇൻസ്റ്റഗ്രാം അടക്കമുള്ള സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ, ഡിജിറ്റൽ തെളിവുകൾ അടക്കം പോലീസ് ഇന്ന് ശേഖരിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ. തീർച്ചയായും നിഖിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ മുഹമ്മദ് ഷഹബാസിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കേസ് അന്വേഷണത്തിൽ അന്വേഷണ സംഘം പ്രധാനമായും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഡിജിറ്റൽ തെളിവുകളുടെ ശേഖരണം തന്നെയാണ്. ആദ്യഘട്ടത്തിൽ ഈ മുഹമ്മദ് ഷഹബാസിനെ 6:50 വീട്ടിലേക്ക് കൊണ്ടുവന്ന സുഹൃത്തിന്റെ ഉൾപ്പെടെയുള്ള CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിരുന്നു. കൂടാതെ തന്നെ ഈ കൊലപാതകത്തിന് മുൻപ് വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പുകളിലും ഈ വിദ്യാർത്ഥികൾ കൂട്ടം ചേർന്ന് സംസാരിക്കുന്ന ഓഡിയോ ക്ലിപ്പുകളും ടെക്സ്റ്റ് മെസ്സേജുകളും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് ശേഖരിക്കുന്നുണ്ട്. ഇത് കേസന്വേഷണത്തെ വളരെയധികം സഹായകരമാകുമെന്ന നിരീക്ഷണത്തിൽ തന്നെയാണ് അന്വേഷണ സംഘമുള്ളത്. പ്രധാനമായും കഴിഞ്ഞ ദിവസം ഈ 6:50 മുഹമ്മദ് ഷഹബാസിനെ വീട്ടിലെത്തിച്ചതിന് ശേഷം താമരശ്ശേരിയിലെ ഒരു മാളിന് മുൻപിൽ ഈ വിദ്യാർത്ഥികൾ കൂട്ടം ചേർന്ന് സംഘടിക്കുകയും ഈ ആക്രമണത്തിന്റെ കാര്യങ്ങൾ വിശദീകരിക്കുന്നതുമായി സംബന്ധിച്ച തെളിവുകളൊക്കെ തന്നെയും പോലീസിന് ലഭ്യമായിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. പ്രധാനമായും ഇവർ കൂട്ടം ചേർന്ന് നിൽക്കുന്നു. ആ മാളിന്റെ ഉടമയാണ് പിന്നീട് ഇവരെ അവിടെ നിന്ന് ഇറക്കി വിടുന്നത് എന്നൊരു കാര്യം തന്നെയാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അത്തരത്തിൽ ഡിജിറ്റൽ തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് തന്നെയാണ് കേസ് അന്വേഷണം മുന്നോട്ട് പോയിട്ടുള്ളത്. നമ്മൾ കണ്ടതാണ് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഈ കൊലപാതകത്തിന് ആഹ്വാനം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടതാണ്. താൻ കൊല ചെയ്യാൻ തന്നെയാണ് ഉദ്ദേശിച്ചത് എന്ന് പറയുന്നത് നമ്മൾ കേട്ടതാണ്. അത്തരത്തിൽ ഡിജിറ്റൽ തെളിവുകളും ശബ്ദ സന്ദേശങ്ങളും ഉപയോഗിച്ച വലിയ രീതിയിലുള്ള അന്വേഷണത്തിലേക്ക് തന്നെയാണ് പോലീസ് കടന്നിരിക്കുന്നത്. അതിൽ പ്രധാനമായും അറിയാൻ സാധിച്ചത് മുതിർന്ന ആളുകളുടെ പങ്കാളിത്തം ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. നേരിട്ടോ അല്ലാതെയോ ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി മുതിർന്ന ആളുകൾ നിർദ്ദേശം നൽകിയിട്ടുണ്ടോ എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. പിതാവ് നേരത്തെ തന്നെ ആരോപിച്ചിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട മുതിർന്ന ആളുകൾക്ക് പങ്കുണ്ട് എന്ന കാര്യം പിതാവ് ഇക്ബാൽ ആരോപിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കണം. നമ്മൾ കണ്ടതാണ് TP ശേഖരന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അതിലെ പ്രതിയുടെ സുഹൃത്ത് ഈ 5 വിദ്യാർത്ഥികളിൽ ഒരാളുടെ അച്ഛനാണ്. ഈ നെഞ്ചക്ക് പോലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഈ വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ ആക്രമിക്കണമെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പരിശീലനം ലഭ്യമായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയും പോലീസിന് പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചത്. അതിൽ ഗൂഢാലോചന കുറ്റം ഉൾപ്പെടെയുള്ളവ നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ മുതിർന്ന ആളുകളിലേക്കും ഈ അന്വേഷണം വ്യാപിപ്പിക്കാനുള്ള സാധ്യത തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നേരത്തെ നിഖിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് ആ 5 വിദ്യാർത്ഥികളും 5 പ്രതികളും ജുവനൈൽ ഹോമിലെ ഒബ്സർവേഷൻ റൂമിലിരുന്ന് രണ്ടാമത്തെ SSLC പരീക്ഷ എഴുതുകയാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് തന്നെയാണ് വിദ്യാർത്ഥി സംഘടനകൾ ആഹ്വാനം ചെയ്തിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് ജുവനൈൽ ഹോമിന് മുന്നിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതിപ്പിക്കരുത് എന്ന് പറഞ്ഞ വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ സമാനമായ രീതിയിൽ ഇന്നും പ്രതിഷേധം ഉണ്ടാവും എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ 5 പ്രതികൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്നലെ ഒരു വിദ്യാർത്ഥിയെ കൂടി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അത്തരത്തിൽ കേസിൽ പ്രതികളുടെ എണ്ണം കൂടി വരുന്നു. അപ്പോൾ കൃത്യമായി ആസൂത്രണം നടത്തി തന്നെയാണ് ഈ മുഹമ്മദ് ഷഹബാസിനെ കൊലപ്പെടുത്തിയത് എന്നൊരു നിഗമനത്തിലേക്ക് തന്നെയാണ് പോലീസ് എത്തിയിട്ടുള്ളത്. ഈ 5 വിദ്യാർത്ഥികളുടെ വീടുകളിലും റെയ്ഡ് നടത്തി അവിടെ നിന്ന് ആയുധങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്തുകയുണ്ടായി. ഇനി ഗൂഢാലോചനയിൽ എത്ര പേർക്ക് പങ്കുണ്ട് എന്ന കാര്യം തന്നെയാണ് പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. നീതിപീഠത്തിലാണ് തനിക്ക് വിശ്വാസം
എന്ന് ആ പിതാവ് കഴിഞ്ഞ ദിവസം വരെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയിരുന്നു. ഈ താമരശ്ശേരി ഭാഗത്തൊക്കെ വലിയ രീതിയിൽ ലഹരി മരുന്നുകൾ വ്യാപകമായി പ്രചരണം നടക്കുന്നു എന്ന കാര്യവും ഈ പിതാവ് വ്യക്തമാക്കിയിട്ട് അത്തരത്തിൽ വലിയ രീതിയിലുള്ള ആളുകൾ സംഘം ചേർന്ന് ഈ ആക്രമണത്തിന് പിന്നിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്നൊരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ് എത്തിയിരിക്കുന്നത്. അതിന് ആവശ്യമായ ഡിജിറ്റൽ രേഖകൾ, CCTV തെളിവുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നു. കൂടുതൽ വ്യക്തികളിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തുന്നു. പ്രധാനമായും ആദ്യഘട്ടത്തിൽ വിദ്യാർത്ഥികൾ കൃത്യമായ മൊഴി നൽകുവാൻ തയ്യാറായിരുന്നില്ല. എന്നാൽ വിദ്യാർത്ഥികളുടെ മൊഴികൾ രേഖപ്പെടുത്തുന്നു. CCTV ദൃശ്യങ്ങളിൽ, അതായത് ട്യൂഷൻ സെന്ററിന് അടുത്തുള്ള കടയുടമകളുടെ മൊഴി രേഖപ്പെടുത്തുന്നു. ഇവർ ഇന്നലെ CCTV ദൃശ്യങ്ങൾ ലഭ്യമായിരുന്നു. ആ CCTV ദൃശ്യങ്ങൾ ഒരു മാളിൽ ഇവർ ഒത്തുകൂടുന്നുണ്ട്. ആ മാളിലെ ഉടമസ്ഥതന്റെ ഉൾപ്പെടെയുള്ള മൊഴി രേഖപ്പെടുത്തി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് പോലീസ് ശ്രമിക്കുന്നത്. എന്തായാലും വെള്ളിമാട് കുന്നിലെ ജുവനൈൽ ഹോമിന് മുന്നിലും ഇന്നും പ്രതിഷേധം ഉണ്ടാവുമെന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. വീണ, നിഖിൽ.